കുരുവട്ടൂരിലെ ഇബ്ലീസ് ത്വരീഖത്തുകാർ ഇബ്ലീസിനെ പരമാവധി തോപ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയും ഇബ്ലീസ് ആണെങ്കിൽ തോപ ചെയ്യാതെ തന്നെ കുരുവട്ടൂരികളെ ഷേഖാകാൻ പറ്റുമെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടും ബഹുമാനപ്പെട്ട ഹാരിസ് മദനി ഉസ്താദ് വിശുദ്ധമായ ഖുർആാനിന്റെയും തിരു ഹദീസിന്റെയും ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരിക്കലും കുരുവട്ടൂരിനെ തോപ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഇനിയിപ്പോൾ ആരെ ഒരാളെ തോപ ചെയ്യിപ്പിക്കണമല്ലോ എന്ന് കരുതി നടക്കുന്നതിനിടയിലാണ് കേരളത്തിൽ തനി ചേകനൂർ രണ്ടാം ചേകനൂരായി കടന്നു വന്ന CH മുസ്തഫ മൗലവി വിശുദ്ധമായ ഖുർആാനിന്റെയും തിരു ഹദീസിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മഹത്തുക്കളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദറൂറത്ത നിലക്ക് തന്നെ ഇസ്ലാമിൽ അറിയപ്പെട്ട പല സംഗതികളും പരസ്യമായി നിഷേധിച്ച് അദ്ദേഹത്തിന്റെ ബിദഅത്ത് രിദ്ദത്തിലേക്കും കുഫറിലേക്കും എത്തുന്ന ആ രൂപത്തിലുള്ള സർവമത സത്യവാദവുമായും എല്ലാം കടന്നു വന്ന CH മുസ്തഫ മൗലവിയെ നിരന്തരം മടവൂർ കോട്ടയിലേക്ക് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ CH മുസ്തഫ മൗലവി അവിടെ പോകുന്നു. കുരുവട്ടൂരികൾ അടക്കം അവരുടെ ഷെയ്ഖ് അടക്കം എല്ലാവരും വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിനെ ബഹുമാന പുരസ്സരം പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നു. സമൂഹത്തിനിടയിൽ ഇത് വിവാദമായപ്പോൾ കുരുവട്ടൂരിലെ ഇബ്ലീസുകളുടെ കോളാമ്പി നൗഷാദ് മൗലവി കടന്ന് മെഴുകുന്ന രംഗം നമ്മൾ ഉള്ളാളത്തുനിന്ന് കണ്ടു. തോപ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ CH മുസ്തഫ മൗലവി തന്നെ അത് പൊളിച്ചടക്കിയപ്പോൾ ഇനിയിപ്പോൾ CH മുസ്തഫ മൗലവിനെ തള്ളാനും വയ്യ. ഇതെന്നാണ് ഇങ്ങനെ രക്ഷപ്പെടണം, മുന്നിലിരിക്കുന്ന കുഞ്ഞാടുകളെ എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം അവരുടെ കൂടാരത്തിൽ വെച്ച് നടത്തിയ ഒരു മെഴുകുന്ന രംഗമുണ്ട്. ഇൻഷാ അള്ളാ അത് നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം. നൗഷാദ് മൗലവിയോട് നമ്മൾ ചോദിച്ചിരുന്നു നിരവധി ചോദ്യങ്ങൾ. ഈ CH മുസ്തഫ മൗലവിയുടെ അഭിമുഖത്തിലെ ഓരോ ഭാഗങ്ങളും എടുത്ത് CH മുസ്തഫ മൗലവിയുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം? അപ്പൊ നൗഷാദ് പറയാണ്, ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, കുരുവട്ടൂരിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല, ഒരു ബന്ധവും അദ്ദേഹവുമായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ആ ഭാഗം നമ്മൾക്കൊന്ന് കേൾക്കാം. ഈ CH മുസ്തഫ എന്ന് പറഞ്ഞ മൗലവിയായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഞങ്ങൾ അങ്ങനെ ബന്ധപ്പെടാറുമില്ല. ആണോ? CH മുസ്തഫ മൗലവിയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അദ്ദേഹവുമായിട്ട് അങ്ങനെ ഞങ്ങൾ ബന്ധപ്പെടാറുമില്ല. ഏയ് അല്ലേ, ഞങ്ങളുമായി എന്ന് പറഞ്ഞാൽ കുരുവട്ടൂരികളുമായിട്ട്. നൗഷാദ് പറയട്ടെ. കൃത്യമായി പറഞ്ഞു, കുരുവട്ടൂരുമായി എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. അതായില്ലേ അഭിമുഖത്തിൽ. എന്താ നിങ്ങൾ പുറത്തുവിടാത്തത്? ഭയങ്കര കാര്യമായിട്ട് ചോദിക്കുക, എന്താ നിങ്ങൾ പുറത്തു വിടാത്തത്? കുരുവട്ടൂരുമായി ഒരു ബന്ധമില്ല എന്നയില്ലേ, നിങ്ങൾ എന്തിനാ അത് മറച്ചു വെക്കണത്? ചങ്ങാതിയെ ഞങ്ങൾ കേൾക്കാത്തോണ്ടല്ല, എന്റെ ഷെയ്ഖ് നേരത്തെ പറഞ്ഞാണ്. കുരുവട്ടൂര്, മടവൂർ കോട്ട, അങ്ങനെ പല സ്ഥലങ്ങളും ഇല്ല, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്, ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഒരു തസ്ബീഹ് മാലയിൽ കോർത്ത മുത്ത് മണികളെ പോലെയാണ് ഞങ്ങളെല്ലാവരും. അത് രണ്ട് നാടില്ല എന്റെ ഷെയ്ഖ് പറഞ്ഞ ക്ലിപ്പ് നേരത്തെ വിട്ടില്ലേ, വേണമെങ്കിൽ ഒന്നും കൂടി കേൾപ്പിച്ചുതരാം. കുരുവട്ടൂരുള്ള ആൾക്കാർ, മടവൂർ കോട്ടയിലെ ആൾക്കാർ, ഇനി വേറുള്ളവര് ബാക്കിയുള്ളവര് അവിടുത്തോല് ഇവിടുത്തോല് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. മശായിഖന്മാർ ആളുകൾ എന്ന് പറഞ്ഞാൽ അഖിൽ എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ ഒന്നാ. നൗഷാദേ, അന്റെ ഷെയ്ഖല്ലേ ഇത് പറയണത്, നീ എങ്ങനെ ഞാൻ അത് പറയാ? ഞങ്ങളേറ്റ് ബന്ധമില്ല എന്നുള്ളത് അങ്ങനെ പറയരുതെന്ന് എന്റെ ഷെയ്ഖ് പറയണത്. മടവൂർ കോട്ട, ഇനി മടവൂർ കോട്ട, കുരുവട്ടൂര് അങ്ങനെ വേറെ പറയരുത്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. പിന്നെ ഇനി കുരുവട്ടൂരേറ്റ് ബന്ധമില്ല എന്നോ പറഞ്ഞു വലിയ സംഗതിയായിട്ട് കൊണ്ടുവരല്ല. ഇനി ഇവിടെ വേറെ ഒന്നുണ്ട്. നൗഷാദ് പറയണം എന്താ അറിയോ, ഞാനുമായിട്ടും ബന്ധമില്ല, ഞാൻ അയാളെ ഫോൺ വിളിച്ചിട്ടില്ല, അയാളുമായി ഒരു ബന്ധവും എനിക്കില്ല എന്നും മുസ്തഫ മൗലവി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുസ്തഫ മൗലവി അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ മുസ്തഫ മൗലവി പറയുന്നുണ്ട്, അവിടെ എത്തിയതിന്റെ ശേഷം ഞാനും നൗഷാദ് മൗലവിയും ഒരുപാട് നേരം ദീർഘമായി സംസാരിച്ചു. നൗഷാദ് മൗലവി എന്ത് ചെയ്തു? അവിടെ അങ്ങോട്ട് കട്ട് ചെയ്തു. അത് നിങ്ങൾക്കൊന്ന് കേൾക്കാൻ നൗഷാദ് മൗലവി പറയുന്നതും അതിന്റെ ശേഷം CH മുസ്തഫ മൗലവിയുടെ ക്ലിപ്പ് നൗഷാദ് മൗലവി ഇടുന്നതും അവിടെ വെച്ച് കണ്ട് നൗഷാദ് മൗലവി കട്ട് ചെയ്യുന്നതും നമുക്ക് കേൾക്കാം. ഞാനുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ പറയുന്നോളി. അപ്പോൾ താങ്കൾ നൗഷാദ് ഹസനിയെ കണ്ടിട്ടില്ല? നൗഷാദ് ഹസനിയെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, അന്ന് ഞാൻ കണ്ടു, അന്ന് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. മുമ്പേ അറിയാമായിരുന്നു? മുമ്പേ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ എന്നെ അദ്ദേഹത്തിനൊക്കെ അറിയാം. എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ കാണുകയോ ഫോൺ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ അവിചാരിതമായിട്ടാണ് ഞങ്ങൾ അന്ന് കണ്ടത്. കണ്ടപ്പോ നമ്മൾ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല, ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അതിന്റെ പണിയല്ല, ഞങ്ങളതിനെ കുറിച്ച് പഠനം. എന്തേ നൗഷാദെ അവിടെ വെച്ചാണ് കട്ടാക്കിയത്? CH മുസ്തഫ മൗലവി അതിന്റെ ശേഷം എന്താ? എന്തേ നൗഷാദെ അവിടെ വെച്ചാണ് കട്ടാക്കിയത്? CH മുസ്തഫ മൗലവി അതിന്റെ ശേഷം എന്താ പറയണ അറിയോ? ഞാൻ നൗഷാദ് മൗലവിയുമായി ദീർഘനേരം സംഭാഷണം സംസാരിച്ചു. അതൊരു മനുഷ്യ സഹജമായി ഉള്ളതാണല്ലോ.
അതിനെന്താ പ്രശ്നം? സംസാരിക്കണ എന്താ പ്രശ്നം? എന്താ ഈ അവിടെ വെച്ച് കട്ടാക്കിയേ? അതിന്റെ ശേഷം പറഞ്ഞു പോടും. കാരണം വഹാബികളെക്കാൾ മൗദൂദികളെക്കാൾ വളരെ അപകടകാരിയായ രിദ്ദത്തിലേക്കും കുഫറിലേക്കും എത്തുന്ന അങ്ങേയറ്റത്തെ ബിദ്അത്തിന്റെ ആളാന്റെ കൂടെ ഉള്ളത്. അവനുമായിട്ടാണ് ഈ സൗഹൃദ സംഭാഷണം നടത്തിയത്. അതെനിക്ക് ന്യായീകരിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതാ അവിടെ വെച്ചാണ് കട്ടാക്കിയത്. പിന്നെ ഇതിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇങ്ങനെ കേരളത്തിൽ പുതുതായി ആരെങ്കിലും വരുമ്പോൾ ഞങ്ങൾ പഠനം നടത്തും. അതിന്റെ പഠനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഏതായാലും നിങ്ങളിതിന് ബന്ധമില്ല എന്ന് പറയരുത്. കാരണം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായതുകൊണ്ട് ഇനി കുരുവട്ടൂരായിട്ട് ബന്ധമില്ല, മറ്റോരായിട്ട് ബന്ധമില്ല, മറ്റോരായിട്ടേ ബന്ധമുള്ളൂ അങ്ങനെ ഇനി പറയരുത്. കാരണം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്, നിങ്ങൾ ഷെയ്ഖനെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നൗഷാദിന് ഇനി എന്തൊക്കെയാ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞങ്ങൾ അതിനെ പറഞ്ഞത് 3 പോയിന്റിലാണ്. ആ 3 പോയിന്റ് ഇവിടെയും ആവർത്തിക്കുന്നു. അതിനെതിരായി മുസ്തഫ മൗലവിയുടെ അഭിമുഖത്തിൽ ഒന്നുമില്ല. യാതൊരു ലജ്ജയും ഇല്ലാതെ ഈ നൗഷാദ് മൗലവി പച്ച കളവറിയാണ്. നൗഷാദ് മൗലവി പറയാണ് മംഗലാപുരത്ത് 3 പോയിന്റാ പറഞ്ഞത്. ആ 3 പോയിന്റിന് എതിരായി CH മുസ്തഫ മൗലവിയുടെ അഭിമുഖത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ ചങ്ങാതി ഇങ്ങനെ പറയണത്? നീ പറഞ്ഞത് എന്താണോ ആ ആശയത്തിന് നേരെ ഘടകവിരുദ്ധമായി നേരെ ഓപ്പോസിറ്റ് അല്ലേ CH മുസ്തഫ മൗലവി പറഞ്ഞ്? എന്നിട്ട് നീ പറയണത് എന്താ? 3 പോയിന്റിൽ ഒന്നാമത്തത് പൊതുവായി പറഞ്ഞതാണ്. പൊതുവായി നീ പറഞ്ഞ വിഷയം എന്താ? മംഗലാപുരത്ത് എല്ലാവരും കേട്ടതാണല്ലോ, മശായിഖന്മാരുടെ ഹദറത്തിലേക്ക് പല വിഷയങ്ങൾക്കും പലരും വരും. അതിലൊന്ന് എന്താണ്? അവർ തൗബ ചെയ്ത് മടങ്ങി വരികയായിരിക്കും. അത് പൊതുവായി പറഞ്ഞതാണ്. അതല്ല ഇപ്പൊ ഇവിടെ പറയണേ. നിങ്ങൾ കേട്ടോ നോക്കിയത് നൗഷാദ് മൗലവി പറയട്ടെ. മശായിഖന്മാരെ കേന്ദ്രത്തിൽ ആളുകൾ പല ആവശ്യത്തിന് വരും. എന്തിനാ നൗഷാദ് ഇങ്ങനെയൊക്കെ ഒരു പൊതുവായിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞ് മാറ്റേണ്ട ഒരു ആവശ്യം? മംഗലാപുരത്ത് നീ പറഞ്ഞ് തുടങ്ങുന്നത് എന്താണ്? CH മുസ്തഫ മൗലവി മടവൂർ കോട്ടയിൽ വന്നതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് പറയാം എന്ന് പറഞ്ഞിട്ടല്ല ഈ പറഞ്ഞു തുടങ്ങുന്നത്. മടവൂർ കോട്ടയിൽ പലരും വരും, ഫോൺ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ മംഗലാപുരത്ത് നീ പ്രസംഗം തുടങ്ങണത്. എന്നിട്ട് ആ വിഷയം പറഞ്ഞ് പിന്നീട് എത്തിക്കുന്നത് ഈ CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന വ്യക്തി തങ്ങളെ വിളിച്ചു. എന്നിട്ട് ഉടനെ മാറ്റി. ആ ക്ലിപ്പൊക്കെ നമ്മൾ നേരത്തെ ഇട്ടതാണ്. തങ്ങളുമായി ബന്ധപ്പെട്ട ആളെ വിളിച്ചു. എന്നിട്ട് എനിക്ക് തങ്ങളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് വന്നു, തോബയുടെ മനസ്സോടുകൂടെ വന്നു എന്നൊക്കെ അല്ലേ ജി പറഞ്ഞ്? അല്ല ആ രൂപത്തിലല്ലേ ജി അവതരിപ്പിച്ച വിഷയങ്ങള്? പിന്നെന്തിനാ പൊതുവായിട്ട് എന്ന് പറയണ മാറ്റേണ്ട? പക്ഷെ ഈ പൊതുവായി പറഞ്ഞത് CH മുസ്തഫ മൗലവി പൊടുവില്ലേ? എന്താ അത് വ്യക്തമായിട്ട് പറയാത്തത് എന്താ ജി? കാരണം എന്താ? ഇപ്പൊ മർക്കസിൽ ഒരു തബ്ലീഗ് കണ്ട എന്തായാലും പറയാ അത് തെറ്റാണ്. നിങ്ങളെ പ്രമേയം അനുസരിച്ച് തന്നെ. നിങ്ങളാളെ അവിടെ വലിയ പറഞ്ഞ് വിദേഹത്തിനെ കാണാൻ പാടില്ല എന്നൊക്കെ പോയാ അതെന്താണ് ഔഷധ പറഞ്ഞ് മനസ്സിലായില്ല. എന്തേ ഈ തബ്ലീഗുകാരനിക്ക് അല്ലെങ്കിൽ ഒരു വഹാബിക്ക് അല്ലെങ്കിൽ മൗദൂദിക്ക് നീ പറഞ്ഞതുപോലെ മർക്കസിലേക്ക് ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ അംഗീകരിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടി മർക്കസിക്ക് വന്നൂടെ? അതെന്താ പറ്റൂല? ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ അടുക്കലേക്ക് വന്നൂടെ? തൗബയുടെ മനസ്സോടുകൂടെ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെ അംഗീകരിച്ചുകൊണ്ട് പേരോട് ഉസ്താദിന്റെ അടുക്കലേക്കും പൊന്മള ഉസ്താദിന്റെ അടുക്കലേക്കും ഖലീൽ തങ്ങൾ പാപ്പയുടെ അടുക്കലേക്കും തൗബയുടെ മനസ്സുമായിട്ട് അവർക്ക് വന്നൂടെ? അതെന്താ പറ്റൂല എന്ന് പറഞ്ഞത്? എന്താ ഇങ്ങളെ ഈ യഹീൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കലേക്കും അന്റെ കോമാട്ടുകാരൻ അബ്ദുള്ളന്റെ അടുക്കലേക്കും മാത്രമേ തൗബയുടെ മനസ്സിലൂടെ വരാൻ പറ്റുള്ളൂ? അങ്ങനെ ഉണ്ടോ? ഈ തൗബയുടെ മനസ്സിലൂടെ ഇങ്ങോട്ട് വരാൻ പാടില്ല അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ നിയമം എവിടെയെങ്കിലും ഉണ്ടോ? രണ്ടാമത്തത് മംഗലാപുരത്ത് വെച്ച് പ്രസംഗിച്ചത് എന്താ? ഏതോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ഭാഗം എടുത്ത് വായിച്ചത് എന്താ? മർക്കസിലേക്ക് ഏതോ തബ്ലീഗുകാർ വന്നു. ആ വന്നത് സ്ഥലത്ത് നീ വായിച്ചെന്താ? AP ഉസ്താദിനെ അവർ ആദരിച്ചു ബഹുമാനിച്ചു എന്നല്ലേ? അതല്ലാതെ ഒരിക്കലും AP ഉസ്താദ് അവരെ വിളിച്ചു വരുത്തി എന്നല്ലല്ലോ നീ പറയുന്നത്. സമ്മതിക്കുകയാണെങ്കിൽ തന്നെ, അതല്ലാതെ അവർ വന്നു നമ്മൾ സമ്മതിക്കണമെന്ന് അങ്ങനെ വന്നത് പറഞ്ഞത് സമ്മതിക്കുകയാണെങ്കിൽ തന്നെ അവരൊരിക്കലും AP ഉസ്താദ് വിളിച്ചു വരുത്തിയതല്ലോ, മർക്കസ് ക്ഷണിച്ചതല്ലോ. അവർ സ്വയം ഇഷ്ടപ്രകാരം മർക്കസിലേക്ക് വരാൻ. എന്നിട്ട് എന്താ ചെയ്യണം? AP ഉസ്താദിനെ അംഗീകരിക്കുകയാണ്. AP ഉസ്താദിനെ ഓരോന്തെയ്യുന്നു, ഷാൾട്ട് അണിയിക്കുന്നു, അല്ലെങ്കിൽ അവർ ഹദിയ കൊടുത്ത് ഉസ്താദിനെ എന്ത് ചെയ്യുന്നു, പിന്നെ ആദരിക്കുന്നു. നിങ്ങളെ മടവൂർ കോട്ടയിൽ സംഭവിച്ചത് എന്താ? CH മുസ്തഫ മൗലവിയെ മാസങ്ങളോളമായി നിങ്ങൾ ക്ഷണിക്കുന്നു. ക്ഷണിച്ചിട്ട് ഇദ്ദേഹം വരുന്നു, വന്നിട്ട് ഇദ്ദേഹത്തിന് നിങ്ങൾ ആദരിക്കുന്നു. CH മുസ്തഫ മൗലവി ഇങ്ങോട്ട് ആദരിക്കല്ല, CH മുസ്തഫ മൗലവി നിങ്ങൾ ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട CH മുസ്തഫ മൗലവിയെ ആദരപൂർവ്വം പ്രസംഗിക്കാൻ ക്ഷണിക്കുകയാണ് മജ്ലിസിൽ. ഇവിടെ എന്താ സംഭവിക്കണത്? മൂന്നാമത്തത്, ഈ ബിദ്അത്തുകാരുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ വിഷയം അത് നിങ്ങൾക്ക് ബാധകമല്ല. ബിദ്അത്തുകാരുമായിട്ട് ബന്ധപ്പെടരുത്, അവരെ കാണരുത്, അവർ സലാം പറയരുത്, അവരുമായി ബന്ധം പാടില്ല എന്ന് പറഞ്ഞ പ്രമേയങ്ങൾക്ക് ബാധകല്ലേ? എടോ നൗഷാദേ,
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പല്ലായിരുന്നു CAA NRC വിഷയം വന്നപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കോഴിക്കോടും എറണാകുളത്തൊക്കെ പങ്കെടുത്ത വേദിയിൽ വിദ്അത്തുകാരൻ ഉണ്ടായിരുന്നു എന്നതിന്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി ഇവിടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമക്ക് ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുനയുടെ മദദില്ല ഹിഫ്ദില്ല, വിദ്അത്തുകാരൻ ആ സ്റ്റേജിൽ ഉണ്ടായത് കൊണ്ട് മദദില്ല ഹിഫ്ദില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഓരിയിട്ടിരുന്നത് നിങ്ങളല്ലായിരുന്നോ? ആ വിഷയം ഇന്ന് നിങ്ങൾക്ക് ബാധകല്ലേ? ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുന വിദ്അത്തുകാരോട് കഠിനമായ വിരോധം വെച്ച് പുലർത്തിയത് നിങ്ങൾക്ക് ബാധകല്ലേ? വിദ്അത്തുകാരനെ കണ്ടാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബാധകല്ലേ? ബഹുമാനപ്പെട്ട വടകര ഓർ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഒരു ബിദ്അത്തുകാരന്റെ ലാഞ്ചന ഉണ്ടായിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി 3 ആളോടുകൂടെ വന്നപ്പോൾ ഈ 3 ആളുകളെയും പരിഗണിച്ചില്ല. അദ്ദേഹം പോയതിന്റെ ശേഷമാണ് മറ്റു 2 പേരെ പരിഗണിച്ചത് എന്ന് പറഞ്ഞ വിഷയം അത് നിങ്ങൾക്ക് ബാധകല്ലേ? അത് എന്നു മുതലേ നിങ്ങൾക്ക് ബാധകമാകാതായത്? ഇനി നൗഷാദ് ഇവിടെ എന്താ പറയണത് എന്നറിയോ? നമ്മൾ തന്നെ വടക്കായി കിടക്കുകയാണ്, വടക്കായി കിടക്കുകൊടുത്തേക്ക് പിന്നെ തോപ ചെയ്യാൻ വരിക എന്നുള്ള സംഗതി ഇല്ലല്ലോ. അത് കേൾക്കുന്നൊരു ബാക്കി പറഞ്ഞുതരാം. തെറ്റാ, കാരണം നിങ്ങളെ ആദരത്തിൽ നന്നാൻ വരുന്ന സംഭവമല്ല. കാരണം നിങ്ങൾ തന്നെ കേടായി കിടക്കുകയാണ്, നിങ്ങൾ തന്നെ ഏറ്റവും പേച്ച് കിടക്കുകയാണ്. പേച്ചോടത്തേക്ക് പിന്നെ നന്നാകാൻ ആരെയും പോയി നിങ്ങൾ എന്താ ഈ പറയണത്? ഓ നല്ല നല്ല മനുഷ്യന്മാരാ. ഇവരെ ഹവറത്തൊക്കെ ഏതാ നല്ല മനുഷ്യന്മാര് അല്ലേ? ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ജീവിതത്തിന്റെ ഏകദേശം ഭാഗം മുഴുവനും ദീനിനു വേണ്ടി സുന്നത്യമായത്തിന് വേണ്ടി ചെലവഴിച്ച മഹാനായ ഒരു പണ്ഡിതൻ. ഇന്നും ഈ രോഗവും ക്ഷീണവും വകവെക്കാതെ ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് ബുഖാരി സുബക്കെടുത്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതൻ, മറ്റു കിതാബുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതൻ, ഇന്നും ക്ഷീണം വകവെക്കാതെ സമയം മുഴുവൻ ദീനിനു വേണ്ടി സുന്നത്യമായത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു പണ്ഡിതൻ, ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും ഉണ്ടാക്കിയ ഒരു പണ്ഡിതൻ. അങ്ങനത്തെ മഹാനായ ബഹുമാനപ്പെട്ട AP ഉസ്താദ്, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ഇന്നും 100 കണക്കിന് പണ്ഡിതന്മാർക്ക് സുബക്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ദീനിനു വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ പോലത്തെ നിഷ്കളങ്കനായ ഒരു പണ്ഡിതൻ വേറെ ആരാ ഉള്ളത്? അവരുടെ അടുക്കലൊക്കെ എന്താണ്? അതൊക്കെ പേച്ചു പോയ ആൾക്കാർ. പിന്നെ പേക്കാതെ പോയ ആളാരാ? ആ ഗ്ലോബൽ വില്ലേജില് പിന്നെ ആ ദണ്ഡിയാണെന്ന് ഒരുത്തുണ്ടല്ലോ, ഓന്റെ അടുക്കലേക്ക് തോബക്ക് പോകാം അല്ലേ? ഷെയ്ഖാണെന്ന് പറഞ്ഞ എന്ത് തെറ്റും ചെയ്യുക, നിങ്ങൾ അങ്ങോട്ട് നോക്കാഞ്ഞാ മതി എന്ന് പറഞ്ഞ് ഓന്റെ അടുക്കലേക്ക് പോകാം. പിന്നെ ഏതാ പ്രേം നസീറും ബാബുരാജൊക്കെ സ്വർഗത്തിലാണ്, സിനിമ അതൊക്കെ ഞാൻ കുറെ കാലം കണ്ടു നടന്നതാണെന്നൊക്കെ പറഞ്ഞ ഒരാളുടെ അടുക്കലേക്ക്, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന്റെ അടുക്കലേക്കൊക്കെ പിന്നെ തോബ ചെയ്യാൻ വേണ്ടി പോകാം. ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് തോബ ചെയ്യാനായിട്ട് പോകാനും പറ്റൂലല്ലേ? പറ്റും. ഓ അംഗീകരിച്ചു വന്നു പോരാ എനിക്ക്. ഇനിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ നൗഷാദ് മൗലവി ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നത്. നൗഷാദ് മൗലവി പറയാണ് തോബയുടെ ആദ്യ പടിയാണ് ഇവരെ ഷെയ്ഖിനെ അംഗീകരിക്കുക എന്നുള്ളത്. അവരെ അംഗീകരിച്ചുകൊണ്ട് വരിക. ഏതുപോലെ? എന്നിട്ട് പറയാണ് ഏതുപോലെ? തൗബയുടെ ആദ്യ പടിയാണ് അഹ്ലി കിതാബിന്റെ ആളുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരിക എന്നുള്ളത്. എന്നിട്ട് പിന്നെ അവരുടെ അടുക്കൽ പല പിന്നെ വൈകല്യങ്ങളും ഉണ്ടാവും, അത് പിന്നീട് തിരുത്തുക. എന്നിട്ട് നൗഷാദ് മൗലവി ഓതുകയാണ് വദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് വിശുദ്ധമായ ഖുർആൻ, നിങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പരിപൂർണമായി നിങ്ങൾ പ്രവേശിക്കണം എന്ന് അഹ്ലി കിതാബിൽപ്പെട്ട മൗലവിമാരോട് പറയാണ്. നൗഷാദ് പറയുന്നതൊന്ന് കേൾക്കി, എന്നിട്ട് വാക്യം പറഞ്ഞുതരാം. വന്നാൽ അവിടെ ആദരിച്ചിരുത്തും. പിന്നെ ഒരുപാട് കാര്യം അവരിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ അള്ളാഹ്ക്ക് ആയത്ത് വരെ ഇറക്കേണ്ടി വന്നു, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അഹ്ലി കിതാബിൽ നിന്ന് റസൂലിന്റെ അടുത്ത് വന്ന അഹ്ലി കിതാബിങ്ങളായ മൗലവിമാരെ പൂർണ്ണമായി ദീനിലേക്ക് വരണം. ഒരു CH മുസ്തഫ മൗലവി ആ മടവൂർ കോട്ടയിൽ വന്നതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് CH മുസ്തഫ മൗലവി അദ്ദേഹത്തിന്റെ വികലമായി ഒരു ആശയം അദ്ദേഹം പിൻവലിച്ചിട്ടില്ല. അദ്ദേഹം ഈ പഠിത്തങ്ങൾ അംഗീകരിച്ചോ എന്നുള്ളതല്ല, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഇദ്ദേഹത്തിന്റെ വികലമായ ഒരു ആശയം ഇദ്ദേഹം പിൻവലിച്ചിട്ടില്ല. ആ വികലമായ ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. അത് വെളുപ്പിക്കാൻ വേണ്ടി വിശുദ്ധമായ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുകയാണ്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. എന്താണോ അതിന്റെ അർത്ഥം? തന്നെ പറഞ്ഞല്ലോ, ഓ അഹ്ലി കിതാബിൽപ്പെട്ട മൗലവിമാരെ നിങ്ങൾ പരിപൂർണമായും ഇസ്ലാമിൽ പ്രവേശിക്കുക. അപ്പൊ അവർ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടുണ്ട്. അന്റെ ഈ CH മൗലവിയെ പോലെ അവൻ ചേകനൂരത്തിൽ അവൻ നിലനിൽക്കുന്നത് പോലെ അല്ല. അവർ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടുണ്ട്. അവർ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം അംഗീകരിച്ചുകൊണ്ട് വന്നു എന്നല്ല, അവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചവരാ. ആരെ പോലെ? തഫ്സീർ എടുത്ത് നോക്കടോ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ അവർ വിശുദ്ധമായ ഇസ്ലാമിൽ അവർ പ്രവേശിച്ചു. പക്ഷേ അവരിൽ കുറഞ്ഞ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അവർ ശനിയാഴ്ച ദിവസത്തെ അവർ ആദരിച്ചിരുന്നു. ഒട്ടകത്തെ അറുക്കുന്നതിന് അവർ ചെറിയൊരു വിഷമം അവർ മനസ്സിലുണ്ടായിരുന്നു. വേറെ ഒരു പ്രശ്നം അവർക്കില്ല. അവർ അള്ളാഹുവിനെ അംഗീകരിച്ചവരാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചവരാ. അവർ ഇസ്ലാം മതം സ്വീകരിച്ചവരാ.
അന്റെ ഈ CH മുസ്തഫ മൗലവിയെ പോലെ വികലമായ ആശയത്തിൽ നടക്കുന്ന ആളുകളല്ല. എന്നിട്ട് ഈ CH മുസ്തഫ മൗലവിക്ക് വേണ്ടിയിട്ട് പിന്നെ അഹ്ലി കിതാബിൽപ്പെട്ട മുസ്ലിയാക്കന്മാരെ പോലെ എന്താടോ ജിതി പറയണത്? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പ്രവേശിച്ച വ്യക്തിയാണ്. മറിച്ച് പിന്നെ അദ്ദേഹത്തിന് ശനിയാഴ്ചയോടൊരു ആദരവ് അന്ന് അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന മതത്തിൽ ഉണ്ടായിരുന്ന ആ സമയത്തുള്ള ചെറിയ ഒരു ആദരവ് എന്ത് ശനിയാഴ്ച ദിവസത്തോട് ഒട്ടകത്തറക്കുന്നതിനോട് ചെറിയൊരു വിഷമം, അല്ലാത്തൊരു പ്രശ്നം ബഹുമാനപ്പെട്ടവർക്കില്ല. എന്നിട്ട് അതിനെയാണ് എന്ത് ചെയ്യണത്? CH മുസ്തഫ മൗലവിയോട് ഉപമിക്കുന്നത്. ഉളുപ്പുണ്ടോ നൗഷാദ് എനക്കൊക്കെ? അല്ല നൗഷാദ് മൗലവി, ഈ മെഴുകുന്നത് മുഴുവൻ എന്തിനാ? ഈ കിടന്ന് ഉരുളുന്നത് മുഴുവൻ എന്തിനാ? CH മുസ്തഫ മൗലവി വന്നതിന് വെളുപ്പിക്കാനല്ലേ? ഈ CH മുസ്തഫ മൗലവിയുടെ അഭിമുഖം മുഴുവൻ അനക്ക് അനുകൂലാണെന്നല്ലേ പറഞ്ഞിന്? എന്നാ നൗഷാദ് എന്നോടൊന്ന് ചോദിക്കട്ടെ, എന്തിനാ നീ മംഗലാപുരത്ത് പറഞ്ഞത് എന്താ? CH മുസ്തഫ മൗലവി ഇങ്ങോട്ട് വിളിച്ചിട്ട് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു വന്നാണെന്നല്ലേനോ? എന്താ ഇപ്പൊ അത് പിൻവലിച്ചേ? ഇപ്പൊ എന്താ അത് മിണ്ടാത്തേ? ഇപ്പൊ അവിടെ കിടന്നാണ്ട് നീ അവിടെ കിടന്ന് ഇങ്ങനെ ഉരുളാണ് ഔഷാദ് കിടന്നത്. അത് ചിലപ്പോൾ ആദ്യമായിട്ട് വരികയില്ല, അപ്പോൾ തങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവും. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. എന്തിനാ അങ്ങനെ കിടന്ന് വരങ്ങണേ? നിങ്ങളൊന്ന് കേട്ടോക്കി, കേൾപ്പിച്ചേരാം. അംഗീകരിച്ചുകൊണ്ട് വരുമ്പോ തങ്ങള് വരാൻ പറഞ്ഞിട്ടുണ്ടാകും, ഇവര് വന്നിട്ടുണ്ടാകും. ആദ്യമായിട്ട് വരികയാണല്ലോ. അപ്പൊ പിന്നെ ഇവിടെ പ്രശ്നം എന്താ? പിന്നെ നിങ്ങളൊന്ന് നോക്കി ഈ ചങ്ങായി കിടന്നിട്ട് ഉരുളണ രംഗം. അംഗീകരിച്ചുകൊണ്ട് വരുമ്പോൾ തങ്ങൾ വിളിച്ചിട്ടുണ്ടാവും, അപ്പോൾ വന്നിട്ടുണ്ടാവും. പിന്നെ ഇവിടെ എന്താ പ്രശ്നമുള്ളത്? എന്താ ഒരു പ്രശ്നം മനസ്സിലാവണില്ലേ? ഇങ്ങനെ അല്ലല്ലോ നൗഷാദ് നേരത്തെ പറഞ്ഞേ. ഈ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ പറഞ്ഞതാണ്. തങ്ങളെ വിളിച്ചിട്ട് അല്ല, തങ്ങളുമായി ബന്ധപ്പെട്ടവരെ വിളിച്ച് എനിക്ക് തങ്ങളെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു വന്നാണെന്നല്ലേനോ? ഇപ്പൊ തങ്ങളെ വിളിച്ചിട്ടുണ്ടാവും, അപ്പം വന്നിട്ടുണ്ടാവും. എന്തിനാ ഇങ്ങനെ കിടന്ന് ഉരുളണ നൗഷാദ്? ഓക്കെ.